അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, സൂഫിസത്തെക്കുറിച്ചുള്ള എൻ്റെ കൊച്ചു അറിവുകളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പലർക്കും ആ വിഷയത്തിൽ വലിയ വലിയ അറിവുകളുണ്ടാവാം. അത്തരക്കാർ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ പൂർണ്ണതയില്ലെങ്കിൽ അത് നല്ല ഭാഷയിൽ അത് മനസ്സിലാക്കി തരണം എന്ന് അപേക്ഷിക്കുന്നു. എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് കിട്ടിയ അറിവ് പോലെ എന്നെപ്പോലെ ധാരാളം ആളുകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവാം. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാൻ ആരുമില്ല. അതുപോലെ തന്നെ ഇത്തരം ആളുകളെ അന്വേഷിച്ച് എത്താൻ അവർക്കും വഴിയറിയില്ല എന്നുള്ളത് നമുക്ക് ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. എൻ്റെ 27 വയസ്സ് കാലത്ത് ഞങ്ങളുടെ മഹലിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിട്ടുള്ളത് രാത്രിയിലാണ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖത്തീബിൻ്റെ റൂമിൽ ഏതാണ്ട് 3 മണി വരെയൊക്കെ ഒരു 10-20 പേരോളം ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇത്തരം സൂഫി വിഷയങ്ങൾ അവർ പറയുന്നത് കേട്ടുകൊണ്ട് എത്രയോ രാത്രികൾ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ രാത്രികൾ ആനന്ദമാക്കിയ പല ആളുകളും ഇന്നും ഇവിടെയുണ്ട്. ഓരോ രാത്രികളും ഞങ്ങൾക്ക് ആനന്ദമായിരുന്നു. ആ രാത്രികൾ വേഗത്തിലാവാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും ആ രാത്രിയിലേക്ക് എത്തപ്പെടാൻ ഞങ്ങൾ ധൃതി കൂട്ടിയ ആ ഒരു നല്ല കാലം. ആ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ചായയും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ തുല്യമായ രീതിയിൽ, അതൊരു മാങ്ങയാണെങ്കിൽ പോലും ഒരു മാങ്ങയെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അത് മുറിക്കുമ്പോൾ അവിടെ എത്ര പേരുണ്ടോ അവർക്ക് തുല്യമായ രീതിയിൽ മുറിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ. അത് കൃത്യമായ രീതിയിൽ മുറിക്കാനായി അവിടെ നിയോഗിക്കപ്പെട്ട യൂസുഫ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ആ രാത്രികൾ പലതും ഞങ്ങൾ ആനന്ദത്തോടെ ആസ്വദിച്ചാണ് കടന്നു പോകുന്നത്. ചില സമയങ്ങളിൽ സംസാരം മുറുകി വരുമ്പോൾ അവർ പറയും, നമുക്കൊരു സിയാറത്തിന് പോയാലോ. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കും പള്ളിപ്പടി, പൊന്നുരുന്തിയിലുള്ള പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ്റെ മക്കാമിലേക്ക്. രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ ഞങ്ങൾ സിയാറത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ കണിയാപുരം അബ്ദുൾ റസാഖ് മസ്താൻ അലിയുല്ലാഹി അവറുകളുടെ മക്കാമിലേക്കും, കൊച്ചി ചെമ്പുട്ടപ്പള്ളി, അങ്ങനെയൊക്കെ കൽവത്തിപ്പള്ളി, ഇവിടെയൊക്കെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് നടന്ന് വെളുപ്പിന് സുബഹിക്ക് ഞങ്ങൾ തിരിച്ച് എത്താറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാലത്തെ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഈ അനുഭവങ്ങൾ നമ്മൾക്ക് വിവരിക്കാൻ വലിയ പാടാണ്. ഒരു കഥ പോലെ കേൾക്കാം. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ, കേൾക്കുന്ന നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് കേൾക്കുകയാണ്. നിങ്ങൾ കിലോമീറ്റർ താണ്ടുന്നില്ല, കേൾക്കുന്ന വിഷയത്തെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നടന്ന് ക്ഷീണിച്ച ഞങ്ങളും നല്ലപോലെ ഭക്ഷണം കഴിച്ച് ഫാനൊക്കെ ഇട്ടിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്കും രണ്ട് അവസ്ഥകളാണുള്ളത്.
ഒന്ന് അനുഭവിച്ചവർ അത് പറയുമ്പോൾ വളരെ സുഖത്തിലിരിക്കുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയവർക്ക് വിഷയമില്ല. മനസ്സിലാകാത്ത ആളുകൾക്ക് അവരെ കുട്ടിക്കാലത്ത് വായിച്ച ബാലരമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും നോവലുകളൊക്കെ പോലെ തോന്നുകയുള്ളൂ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്രയേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പലരും പല രീതിയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ചിലതിന് മറുപടി പറയാറുമുണ്ട്. ചിലത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. കാരണം അവർ ഈ ആത്മീയ ലോകത്തുനിന്ന് വളരെ ദൂരെയാണ്. അവർക്കൊന്നും അറിയില്ല. അവർക്കാകെ അറിയുന്നത് തർക്കിക്കാൻ മാത്രമാണ്. അപ്പോൾ തർക്കിക്കാൻ വരുന്നവരോട് സംസാരിക്കാൻ നിന്നിട്ട് കാര്യമില്ല. കാരണം അവരവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ വന്നവരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് തിരുത്താനും പറ്റില്ല. അറിയാൻ വരുന്നവനെയും തർക്കിക്കാൻ വരുന്നവനെയും നമുക്ക് ഈ വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ചിലർക്ക് നിസ്കരിക്കണം, നിസ്കാരത്തിൻ്റെ ആളുകളാണ്. എല്ലാ സൂഫികളും സൂഫിസത്തെക്കുറിച്ച് കഥ പറയുമ്പോൾ നിസ്കാരമല്ലേ വലുത് എന്ന് പറയുന്ന ആളുകളെയൊക്കെ കാണാറുണ്ട്. ഈ നിസ്കാരം ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായിട്ടും ചെയ്യൽ. അത് ഏറ്റവും അധികം മുസ്ലിമായി ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ളതാണ് നിസ്കാരം എന്നുള്ളത് അറിയാത്ത ആരുമില്ല. എങ്കിൽ ആ നിസ്കാരം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് സ്വയം മനസാക്ഷിയോട് ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ടാവും. ബാങ്ക് കേൾക്കുമ്പോൾ പോയി നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ആ നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ ശ്രദ്ധയോട് കൂടിയിട്ടാണോ ചെയ്തിരിക്കുന്നതെന്ന് സ്വയം ഒരു പരിശോധന നടത്തുക. കാരണം നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നത്, നിങ്ങൾ വജ്ജഹത്ത് ഓതുന്നത്, അപ്പോൾ നിങ്ങൾ ആരോടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? റബ്ബിനെ കളിയാക്കാനായിട്ട് ഞാൻ നിൽക്കാറില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് പൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നല്ല ശ്രദ്ധയോടുകൂടി നിൽക്കാൻ പറ്റുന്ന മുഹൂർത്തത്തിൽ നമ്മുടെ മറ്റ് ചിന്തകൾ കടന്നു വരാത്ത രീതിയിൽ പഠിക്കുന്ന സമയത്ത് അതൊരു വിഷയമല്ല. ഇപ്പോൾ വയസ്സ് 54 ഇപ്പോഴും തമാശ കളിച്ചാൽ എങ്ങനെ ശരിയാവും? കുട്ടിക്കാലത്ത് നിസ്കാരം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധകളൊക്കെ തെറ്റും, പലതും വരും. അപ്പം അത് ശ്രദ്ധ കറക്റ്റാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ കുട്ടികളും ആ കാലത്ത് നിസ്കരിക്കുമ്പോൾ ഓരോരോ തമാശകളും കോമാളിത്തരങ്ങളും ഒക്കെ ചെറുപ്പത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെയൊക്കെ പ്രായത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ തമാശയായിട്ടും ആരെങ്കിലും പേടിച്ചിട്ട് രക്ഷിതാക്കൾ പോയി നിസ്കരിക്കടാ എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ പോണവരും അങ്ങനെയൊക്കെ ഉള്ളവർ, വെള്ളിയാഴ്ചയാകുമ്പോൾ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിസ്കരിക്കാൻ വരുന്നവർ, ആത്മാർത്ഥമായിട്ട് നമസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന എത്ര പേര് ഈ ലോകത്തുണ്ട്? നിസ്കരിക്കുന്ന ധാരാളം ആളുകളുണ്ടെങ്കിലും എത്ര പേരാണ് കൃത്യതയോടുകൂടി അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിസ്കരിക്കുന്നതെന്ന് സ്വയം പരിശോധന നടത്തിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. നമ്മൾ നമ്മുടെ കൈ പരിശുദ്ധമാക്കിയിട്ട് നമുക്കൊരാളെ കുറ്റം പറയാം. അപ്പം ഞാനിത് കുറ്റം പറയാനുള്ള ഒരു വിഷയമല്ല, ഞാനിത് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്, ഒപ്പം നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്ഥിരീകരിക്കേണ്ടവർക്ക് സ്ഥിരീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അന്വേഷിച്ച് സ്ഥിരീകരിച്ചാൽ മതി. ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എവിടെയെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഓരോരുത്തരുടെ അറിവ് വ്യത്യസ്തമാണല്ലോ. ചിലർ കാണാത്ത ആളുകളാണ്. കഥ കേട്ട് ഒരുവിധപ്പെട്ട പണ്ഡിതന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഔലിയാക്കന്മാരെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇക്കാലത്തുള്ള പുതിയതായിട്ട് വന്നിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഒരു ശൈഖന്മാരെയും കണ്ടു കാണാൻ വഴിയില്ല, കേട്ട് കാണാനേ വഴിയുള്ളൂ. കണ്ടവരായിരിക്കും. അതൊരു പുണ്യമാണ്. കണ്ടവരെ കണ്ടാൽ മതി.
എങ്കിലും ആ കണ്ടവർ പറഞ്ഞ അറിവിൽ നിന്ന് ആ കേട്ടറിഞ്ഞ അറിവാണ് ഇവർ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചതോ അല്ല, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വ്യക്തതയോടുകൂടി കണ്ട് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അവരുടെ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ പറയാം എന്നല്ലാതെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നതും ചിലത് പറയാൻ പറ്റാത്തതുമാണ് എന്ന് പറയാൻ കാരണം അത് നമ്മൾ ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അത് പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തതയുള്ളൂ. എന്തുകൊണ്ട് അബൂ ഹുറൈറ മാത്രം അങ്ങനെ പറഞ്ഞു? എന്നാൽ വേറെയും എത്രയോ സഹാബത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ അരികിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഏറ്റവും അടുത്ത സുഹൃത്തിനോടല്ലേ നമ്മൾ ഓപ്പണായിട്ട് പെരുമാറുള്ളൂ. കുറച്ച് അകന്നു നിൽക്കുന്ന ആളോട് നമ്മൾ ആ ഒരു അകലത്തിലായിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഒരാൾ വന്നാൽ അയാൾക്ക് എവിടെയാണ് സ്ഥാനം? അയാൾ വീടിൻ്റെ മുറ്റത്താണ്. എന്നാൽ കുറച്ചും കൂടി അടുപ്പമുള്ള ആൾ വന്നാൽ നമുക്ക് വരാന്തയിൽ കസേര ഇട്ടിരുന്ന് സംസാരിക്കാം. എന്നാൽ കുറച്ചും കൂടി അടുപ്പമുള്ള ആൾ വന്നാലോ അദ്ദേഹത്തിനെ വീടിൻ്റെ അകത്ത് കയറ്റി വീടിൻ്റെ അകത്തുള്ള റൂമിലിരുന്നു കൊണ്ട് സംസാരിക്കും. എന്നാൽ വളരെയധികം അടുത്തവനാണെങ്കിലോ ആ വീടിൻ്റെ ഉള്ളിലൊക്കെ അവനിക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവും. അപ്പം എന്നതുപോലെയാണ് ഈ അള്ളാഹുവിലേക്ക് എത്തപ്പെടാനുള്ള ഇൽമ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ആദ്യം പുറത്താണ് നമ്മൾ, ആ പുറത്തു നിന്ന് അകത്തേക്ക് കടക്കാനും അകത്ത് നിന്ന് പിന്നെയും അകത്തേക്ക് കടക്കാനും അങ്ങനെ ഓരോ അകത്തളങ്ങളിലേക്കും കടന്ന് ചെന്ന് അവനിലേക്ക് എത്തപ്പെടാനുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കലാണ് എല്ലാ സൂഫികളും ചെയ്തിട്ടുള്ളത്. ഒരു സൂഫിയും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് ഒരു സൂഫിയും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ മുഹബത്തിൻ്റെ പുറത്ത് അങ്ങനെ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയും. കാരണം നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ അത് ഗുരുവാണല്ലോ. ആ ഗുരുവിനെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ആദരവ്. അതൊരു എന്താ പറയുക, ആചാരമല്ല, അത് ഒരു റെസ്പെക്റ്റാണ്, അവരോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ആ ആദരവ് പുലർത്തലാണ്. ഒരു കൊടി ഉയർത്തുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പരിപാടികൾ നടക്കുന്നതൊക്കെ. എല്ലാവരും ഒരാഘോഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് മിസ്റ്റേക്കുകളായി മാറാറുണ്ട്. ശരീഅത്തിൻ്റെ നിയമപ്രകാരം വീക്ഷിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും. എങ്കിലും ഇതൊന്നും ഇവർ പഠിപ്പിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന ഉറൂസും അതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാം നമ്മൾ ശരിക്ക് ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ചിലർ എല്ലാ സമുദായക്കാരും കൂടി ചേർന്നുകൊണ്ട് നടക്കുന്ന ഉറൂസുകളുണ്ട്. ഇപ്പോൾ കാഞ്ഞിരമുറ്റം നോക്കിയാൽ എല്ലാ ജാതി മതഭേദമന്യേ പലരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഒട്ടുമിക്ക ചന്ദനക്കുടങ്ങളും എടുത്തു നോക്കിയാൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല അന്തരീക്ഷത്തെ സൃഷ്ടിക്കലാണ് ആ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു മതസൗഹാർദ്ദം നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവേ അതൊരു ശരീഅത്തിൻ്റെ വീക്ഷണത്തിലല്ല, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള ആളുകൾക്ക് ദഹിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ശരീഅത്തിൻ്റെ വാളും പിടിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ സൗഹാർദ്ദത്തിലേക്ക് കടക്കാൻ തയ്യാറല്ല, അവരെല്ലാത്തിനെയും എതിർക്കുന്നവരാണ്. സുന്നികൾ അതല്ല. സുന്നികളിലുള്ള നല്ലൊരു ശതമാനം ആളുകളും അവരവരുടെ മതത്തെ സൂക്ഷിക്കുകയും അവരുടെ കർമ്മങ്ങൾ അതിൻ്റേതായ രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും എല്ലാ മതങ്ങളോടും അതിൻ്റേതായ മാന്യത പുലർത്തുകയും ചെയ്യുന്നവരാണ് അവർ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ അന്നത്തെ കാലത്തട്ട, ഇന്ന് അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ഉണ്ടാവുമായിരിക്കും. പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ റോഡ് അടിച്ചു വാരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. വലിയ ഒരു ചൂലൊക്കെ ആയിട്ട് റോഡ് അടിച്ചു വാരാനായിട്ട് കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വരും.
അവർ വന്ന് റോഡൊക്കെ അടിച്ചു വാരും, ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. നമുക്ക് ആ കാനയിലിറങ്ങാൻ ഭയങ്കര അറപ്പായിരിക്കും, അത്രയും അഴുക്കായിരിക്കും. പക്ഷെ അവരുടെ ജോലിയാണ്. ആ കാന ക്ലീൻ ചെയ്താൽ അവർക്ക് അവരുടെ കുടുംബം പോറ്റാനുള്ള പണം കിട്ടും. സ്ത്രീകൾ റോഡടിച്ചു വരുമ്പോൾ നമ്മൾ തുപ്പിയിട്ടതും നമ്മൾ ഇട്ട വേസ്റ്റൊക്കെ അവരടിച്ചു വാരുകയാണ്, അവരുടെ ജോലിയാണ്. അപ്പം അത്രത്തോളം താഴ്ന്ന് ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ പോയിട്ട് റോഡടിച്ചു വരാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു വല്ലാത്തൊരു അഭിമാനക്ഷത ഫീൽ ചെയ്യും. നമ്മളൊക്കെ മുതലാളിമാരാണല്ലോ, അപ്പോൾ നമുക്കൊരു നാണക്കേടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത്രത്തോളം താഴ്ന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അത്തരം ജോലികൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നവരെ കാണുമ്പോൾ, അവരില്ലായിരുന്നു എങ്കിൽ ഈ കോർപ്പറേഷൻ മാലിന്യങ്ങൾ, നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ ഈ മനുഷ്യർ തന്നെയാണുള്ളത്. അപ്പം അത്രത്തോളം താഴ്ന്ന ജോലി ചെയ്യാൻ തയ്യാറായ അവരില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മാലിന്യ കൂമ്പാരമായേനെ, നമ്മളൊക്കെ മാലിന്യത്തിലാനെ. അപ്പോൾ ആ മാലിന്യം നീക്കം ചെയ്യുന്നവരാണ് ഏറ്റവും പുണ്യപ്പെട്ടവർ എന്ന് ഞാൻ പറയുന്നത്. കാരണം അത് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായി. അപ്പോൾ അല്ലാഹു തആല എല്ലാവരെയും വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും പണ്ഡിതന്മാരായാൽ ഇത് പറയണ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകും? എല്ലാവരും പോലീസുകാരായാൽ ഇവിടെ ആര് കള്ളനാവും? ഇനി എല്ലാവരും ജഡ്ജി ആയാൽ ആരെ വിധി നിർണ്ണയിക്കും? അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ജോലികളും വ്യത്യസ്തമായ പ്രശ്നങ്ങളും വ്യത്യസ്തമായ ജീവിത രീതികളും ഒക്കെ കൊടുത്തത് മനുഷ്യനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. അതിൽ തെറ്റും ശരിയും സ്വാഭാവികമാണ്, അത് വന്നു പെടും. ഓരോ തെറ്റിൽ നിന്നുമാണ് ഒരുപാട് ശരികൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സൂഫി പറയുകയാണ്, സ്വന്തം ആത്മാവ് കൊണ്ട് ഉപ്പ തൂത്തുവാരി വൃത്തിയാക്കാൻ തയ്യാറുള്ളവർക്ക് സൂഫിസം വിധിച്ചിട്ടുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ അഴുക്ക് തുടച്ചു മാറ്റാനുള്ള ഒരു ശ്രദ്ധ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലുള്ള കുറ്റങ്ങൾ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ കാണുന്നു, നമ്മൾ എന്തൊക്കെ ആസ്വദിക്കുന്നു, നമ്മൾ എന്തൊക്കെ പറയുന്നു, അത് നമ്മളോട് തന്നെ ഒന്ന് പരിശോധന നടത്തി നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച ഏത് രീതിയിലാണ് നമ്മൾ ഉൾക്കൊണ്ടത്, നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ആർക്കൊക്കെയാണ് വേദനയായത്, നമ്മുടെ ദേഷ്യം കൊണ്ട് ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ദേഷ്യം, നമ്മുടെ കോപം, നമ്മുടെ അസൂയ, അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ മാലിന്യങ്ങളെ നമ്മൾ സ്വയം തിരിച്ചറിയുകയും ഇത്തരം മാലിന്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സൂഫിസം എന്ന് പറയുന്ന കഥ തിരിയുകയുള്ളൂ. അല്ലാത്തവർക്ക് തിരിയില്ല. അല്ലാത്തവരിത് കേൾക്കുമ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ തിരിയാത്തവർ വേഗം ചാടി മറുപടി ഇടും. വ്യക്തമായി ഒന്നും അറിയില്ല, എന്തൊക്കെയോ വാൽക്കഷ്ണങ്ങൾ കേട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞാൻ സംവാദത്തിന് വരാം, നമുക്കൊരു തർക്കം നടത്താം, നമുക്കൊരു വാദപ്രതിവാദം. ആരോടും വാദപ്രതിവാദത്തിനില്ല, ആരോടും മത്സരത്തിനുമില്ല. മത്സരിച്ചാൽ ഇവിടോട്ട് ജയിക്കാനും പോകുന്നില്ല. കാരണം എല്ലാവർക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ അവരവരുടെ വിശ്വാസം അവരവർക്ക് വലുതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഞാനൊക്കെ ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ്. അപ്പം അതിനു മുമ്പ് ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ തർക്കങ്ങളാണ്. നമ്മുടെ വിഷയമൊക്കെ എന്ത്, വളരെ നിസ്സാരമായ കാര്യം. നമ്മൾ ഖുർആൻ്റെ വിഷയമോ ഹദീസിൻ്റെ വിഷയമോ ശരീഅത്തിലെ നിയമങ്ങളോ ഇതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും, ആദ്യം അതാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. അത് ശരിയായിട്ടില്ല, നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ചാടിയിട്ട് ഖുർആനും ഹദീസൊക്കെ എടുക്കുക. നമ്മൾ നേരെ ആയിട്ടല്ലേ നമുക്ക് ഹദീസും ഖുർആനൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ എന്ന് പറയുന്നൊരു അക്ഷരം എഴുതാനായിട്ട് നമ്മൾ എത്ര നാൾ പിടിച്ചു. നമ്മുടെ കുട്ടിക്കാലങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കി. നമ്മുടെ സ്ലേറ്റിൽ നമ്മളൊരു പെൻസിൽ കൊണ്ട്
ആ എന്ന് പറയുന്ന ഒരക്ഷരം ഒരു ടീച്ചർ നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ എഴുതി 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 അതിൻ്റെ മുകളിലൂടെ എഴുതി തന്നതിൻ്റെ മുകളിലൂടെ എഴുതി എഴുതി അങ്ങനെ നമ്മൾ ഓരോ അക്ഷരങ്ങളും പഠിച്ചെടുത്തത് ഒരു കൊല്ലം ആ 1-ാം ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ പഠിച്ചെടുത്ത ഒരക്ഷരം, ഓരോ അക്ഷരങ്ങളും. അങ്ങനെ 2-ാം ക്ലാസ്സിലെത്തി അത് കൂട്ടക്ഷരങ്ങളായിട്ട്, അങ്ങനെ 3-ലും 4-ലും 5-ലും 6-ലും എത്രയോ കൊല്ലം എടുത്തിട്ടാണ് ഒരു നല്ല വാക്ക് നമുക്ക് എഴുതാൻ കഴിയുന്നത്. എന്നിട്ടും അക്ഷരത്തെറ്റുകൾ സംഭവിക്കുന്നു. ഇത്രയൊക്കെ പഠിച്ചിട്ടും അക്ഷരത്തെറ്റുകൾ, ശരിയായ സ്ഫുടതയോടുകൂടി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാകുന്നു. അപ്പോൾ ഞാൻ തന്നെ മലയാളം പറഞ്ഞാൽ തെറ്റാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം ഇനി എത്ര അധികം പോയാലും ഓരോ സ്ഥലത്തിലെ ആളുകൾ സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ ഭാഷയ്ക്ക് അനുയോജ്യമായ രീതിയിലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിൻ്റെ ഉള്ളിലെ ആ മലിനമായ അവസ്ഥയെ വലിച്ചെറിഞ്ഞ് കളയാനുള്ള പ്രയത്നം. വലിയ സൂഫി ജ്ഞാനികളൊക്കെ അവർക്ക് കിബർ എന്ന് പറയുന്നൊരു സാധനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചത്തുകിടക്കുന്ന ഒട്ടകങ്ങളിലെ വയറ്റിലെ കുടൽമാലകളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തിനാണ്? അവർക്ക് ആ വെറുപ്പ്, അറപ്പ് ഇതൊന്നും തോന്നാതിരിക്കാൻ. നമ്മുടെ ശരീരം ഒന്ന് ചീഞ്ഞളിഞ്ഞാൽ എന്തൊരു ദുർഗന്ധമായിരിക്കും. എവിടെയെങ്കിലും ഒരുക്കെ മരണപ്പെട്ടിട്ട് അതിൻ്റെ ശവശരീരം കിട്ടി ആ സ്ഥലത്തേക്ക് പോയി നിന്ന് നോക്കി. ഒരു മനുഷ്യൻ്റെ ശരീരമാണ്. നമ്മൾ മൂക്ക് അടച്ച് നമുക്ക് ഓക്കാനം വരും. അപ്പം നമ്മുടെ ശരീരം തന്നെ ഏറ്റവും ദുർഗന്ധമുള്ള മണം വരുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന്. അപ്പം നമ്മൾ നമ്മുടെ വഞ്ചനക്കും അസൂയക്കും സ്ഥാനമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞ് എല്ലാ സഹജീവികളോടും, കാരണം എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നത് ഒരു ജീവനാണ്. രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ശബ്ദങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഭാഷകൾക്ക് വ്യത്യാസമുണ്ട്, പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ട്, അറിവുകൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു കരണ്ട് ചെന്ന് കഴിഞ്ഞാൽ കരണ്ട് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫാൻ വർക്ക് ചെയ്യുന്നു. ഫാൻ്റെ രൂപമല്ല മിക്സിയുടെ രൂപമല്ല ഫ്രിഡ്ജിൻ്റെ രൂപമല്ല എ സിയുടെ രൂപമല്ല വാഷിംഗ് മെഷീൻ. എന്ന് പറഞ്ഞ പോലെ രൂപവ്യത്യാസങ്ങൾ പലതുമുണ്ട്. പലതിനും പല ജോലികളാണ്. പക്ഷെ കരണ്ടൊന്ന്, എല്ലാതും വർക്ക് ചെയ്യാൻ കരണ്ടൊന്ന്. എന്നതുപോലെ മനുഷ്യനെ കൊല്ലാനും തല്ലാനും സ്നേഹിക്കാനും വൈരാഗ്യം പറയാൻ വിദ്വേഷം പുലർത്താനും അങ്ങനെ എന്തൊക്കെ ചെയ്യാനും എല്ലാവരും ഈ ശ്വാസം അത് കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, ഫ്രീ ആയി കിട്ടുന്നതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് ഫ്രീ ആയി കിട്ടുന്ന സാധനമാണ്. എവിടെ നിന്ന് കിട്ടുന്നു? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. ആ പ്രകൃതി നമുക്ക് ഫ്രീ ആയി തന്ന ഓക്സിജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാമാണ് ഉണ്ടാക്കുന്നത്, അതിനൊക്കെ നമുക്ക് കണക്കുണ്ട്. പക്ഷെ നമ്മൾ വലിച്ചെടുത്ത ശ്വാസത്തിൻ്റെ കണക്ക് ആരുടെ കയ്യിലാണ്? പെട്രോൾ പമ്പിൽ ചെന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെ കണക്ക് അവിടെയുണ്ട്. ആ കാശ് കൊടുക്കുമ്പോൾ ഞാനത് ഇന്ന വഴിയിൽ സമ്പാദിച്ച പണമാണെന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു വിലയുണ്ട്. പക്ഷെ നമ്മൾ വലിക്കുന്ന ഓരോ ശ്വാസവും നമുക്ക് ഫ്രീ ആയി കിട്ടുകയാണ്. ആ ശ്വാസം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ നന്നാക്കാനും നമ്മുടെ മനസ്സിനെ എത്രത്തോളം ദുഷിപ്പിക്കാനും പറ്റും. രണ്ടും ചെയ്യാൻ പറ്റും. വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്കൊന്നും അപ്പോൾ ആ അനുഗ്രഹത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആ അനുഗ്രഹത്തിനെ നമുക്ക് ചീത്തയാക്കാം, ആ അനുഗ്രഹത്തെ നന്നാക്കാം. അപ്പം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അള്ളാഹുവിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാരുണ്യത്തോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. കാരുണ്യത്തോടുകൂടിയുള്ള സ്നേഹം ഉണ്ടാകണം. തർക്കം ഒരിക്കലും ഉണ്ടാകരുത്. വിഷയങ്ങൾ മാന്യമായ രീതിയിൽ ചർച്ച ചെയ്യണം. എനിക്കറിയാത്തത് നിങ്ങൾ പറയണം, നിങ്ങൾക്കറിയാത്തത് ഞാൻ പറയണം. അങ്ങനെ സ്നേഹത്തോടു കൂടിയുള്ള സംസാരങ്ങളായിരിക്കണം, അല്ലാതെ വെല്ലുവിളിയാകരുത്. ഇവിടെ നടക്കുന്ന സംവാദങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ വെല്ലുവിളിയാണ്. മുജാഹിദും സുന്നിയും തമ്മിൽ സംവാദം നടന്നു കഴിഞ്ഞാൽ പറയും, ഞാൻ മുജാഹിദിനെ തറപറ്റിച്ചു. സുന്നി പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തറപറ്റിച്ചു. ആരാ തറപറ്റിയത്? എന്നിട്ട് ഇപ്പോഴും സംവാദങ്ങൾ നടക്കുകയാണ്. ആരും ഇവിടെ ജയിച്ചിട്ടില്ല. രണ്ടു കൂട്ടരും വളരുകയാണ്. അപ്പോൾ നമ്മളുടെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് പഠിപ്പിക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, അവർ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചവരുമാണ് നിങ്ങൾ. അപ്പം ഞാനും വന്ന് ഇനി അത് പഠിപ്പിക്കാനായിട്ട് നിസ്കാരത്തിൻ്റെ കാര്യവും നോമ്പിൻ്റെ കാര്യമൊക്കെ പറയാനല്ല ഞാൻ വന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. നിർബന്ധിക്കാൻ ഞാൻ ആളല്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെ ആവശ്യം. ഇപ്പം നിർബന്ധിച്ച് ചെയ്താൽ തന്നെ അത് നിർബന്ധത്തിൻ്റെ പേര് ചെയ്യുന്നതല്ല, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അവനെ മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടത്തോടു കൂടി ചെയ്യാനുള്ള മനസ്സുണ്ടാകുകയും വേണം. അല്ലാതെ
ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് പോയി നിസ്കരിക്കടാ എന്ന് പറയുമ്പോൾ അവനെ പേടിച്ചിട്ട് പോയി അള്ളാനെ പേടിച്ചിട്ടല്ല, ഇയാളെ പേടിച്ചിട്ടാ പോയി നിസ്കരിക്കണം. ഉമ്മാനെ പേടിച്ചിട്ട് നിസ്കരിക്കണം, ഉസ്താദിനെ പേടിച്ചിട്ട് നിസ്കരിക്കണം, അള്ളാനെ പേടിച്ചിട്ട് നിസ്കരിക്കണം. അള്ളാനെ പേടിച്ചിട്ട് നിസ്കരിക്കാൻ പഠിക്കണം. അപ്പം ആ അള്ളാഹിൻ്റെ പേടി വരുമ്പോൾ, അവൻ്റെ മുമ്പിൽ കൈ കെട്ടുമ്പോൾ നമ്മൾ അവനിലേക്കുള്ളൊരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ പഠിക്കാത്ത കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിനെ കാണുമ്പോൾ പേടിയാണ്. എന്താ കാര്യം, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ. എന്നതുപോലെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടാൻ ഇത്തിരി ഭയമുണ്ട് എനിക്ക്. അതിൻ്റെ സൂക്ഷ്മതയോടുകൂടിയല്ലാതെ എൻ്റെ കൈ ഞാൻ കെട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ കെട്ടാനും നിൽക്കില്ല. കാരണം അള്ളാഹിനെ പരിഹസിക്കാൻ ഞാൻ ഇല്ല. പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു പോയി, ഇനി ചെയ്യേണ്ട പ്രായമാണ്. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കലാണ് എൻ്റെ ജോലി. ഒരു പള്ളിയിൽ ചെന്ന് ഞാൻ കൈകെട്ടിയപ്പോൾ എൻ്റെ പുറകിൽ വന്ന ഒരാൾ തോണ്ടി. എന്താണ്, എന്നെ ഇമാമാക്കിക്കൊണ്ട് അയാൾക്ക് പിന്തുടരാനാണ്. പക്ഷെ ഞാൻ വേഗം തിരിഞ്ഞു കൈയഴിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ പുറകിൽ നിൽക്കല്ലേ, ഞാൻ തന്നെ കറക്റ്റല്ല, നിങ്ങൾ തനിയെ നിസ്കരിച്ചോ. ഞാൻ ചെയ്യുന്ന കാര്യം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നെ പിൻപറ്റി നിങ്ങൾ കുഴപ്പത്തിലാകേണ്ടത്, നിങ്ങൾ മാന്യമായിട്ട് പോയി മാറി നിസ്കരിക്കും, ഞാനൊന്ന് ശരിയാകാൻ നോക്കുകയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്തരം ഭാരം ചുമക്കാനായിട്ടില്ല. നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ സംസാരിക്കുമ്പോൾ ഒട്ടും അറിവില്ലാത്ത പാവങ്ങളായ ആൾക്കാർ ഇത് കേട്ടിട്ട് വലിയ വലിയ അറിവിലേക്ക് കടന്നു ചെല്ലുക, വലിയ വലിയ ആളുകളിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുക. നല്ല നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ട്, നല്ല പണ്ഡിതന്മാരുണ്ട്, നല്ല സൂഫി ഗുരുക്കന്മാരെയൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. അവരിലേക്ക് നിങ്ങൾ എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വിഷയത്തെ വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഒരു സൂഫി പറയുകയാണ്, നേരത്തെ പറഞ്ഞ സൂഫി സൂക്തത്തിലെ ഉപ്പ, അതായത് അഴുക്ക്, ഈ പറയുന്ന ഉപ്പ എന്ന് പറയുന്നത് നമ്മുടെ ചപ്പ് ചവറുകൾ, വേസ്റ്റുകൾ, സൂഫിയുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ അഴുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ആത്മാവിനെ ചൂലിനോടും ശരീരത്തെ കുപ്പയോടും ഉപമിച്ചിരിക്കുന്നു. എല്ലാ മാലിന്യങ്ങളുടെയും താവളമാണല്ലോ ശരീരം. സൂഫിയുടെ ആത്മാവാകട്ടെ അള്ളാഹുമായുള്ള സാമീപ്യത്താൽ തിളങ്ങുന്നതുമാണ്. എന്ന് വെച്ചാൽ എല്ലാ സൂഫികളും വേഷം കെട്ടുന്നവരല്ലട്ടെ ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സൂഫികളുണ്ട്. കാരണം അവരവരുടെ മനസ്സിൽ നിന്ന് മാലിന്യത്തെ നീക്കി ശരീരത്തിൻ്റെ ഇച്ഛകളെ തള്ളിക്കളയാൻ ഞാനൊക്കെ പരിശ്രമിക്കുകയാണ്. നമുക്ക് തെറ്റുപറ്റും, പിന്നെയും ഈ നഖം വളരുന്നത് പോലെ, മുടി വളരുന്നത് പോലെ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, നഖം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, പിന്നെ തന്നെയാണ് വസ്ത്രങ്ങൾ ഇങ്ങനെ ഡെയിലി തേച്ച് മിനുക്കി മുഷിയും, പിന്നെ അലക്കും. ജീവിതം ഇങ്ങനെയാണ്, പൊടിപടലങ്ങൾ. അതിനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ വൃത്തികേടിലായി പോകും. അപ്പം അതുകൊണ്ട് എന്നും വൃത്തിയാക്കുന്നൊരു മനസ്സ്, ആ വൃത്തിയാക്കാനുള്ള മനസ്സ് നമ്മളെന്നും ആ തൗബ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇപ്പം ഞാൻ പറഞ്ഞ അറബിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് ഓതണം കേട്ടോ, എനിക്ക് ഇത്രയൊക്കെ അറിവുള്ളൂ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ല വഴിയിലേക്ക് എത്തപ്പെടാനും, നമ്മുടെ പ്രയാസങ്ങൾ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്, അതിനൊക്കെ നമ്മൾ തന്നെ നല്ല നല്ല റബ്ബിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ സത്യസന്ധമായി അടുക്കാൻ തയ്യാറായാൽ എല്ലാ പ്രയാസങ്ങളും മാറും. അത് പറഞ്ഞു കൊടുക്കലാണ് സൂഫികളുടെ ജോലി, അത് പറയലായിരുന്നു പ്രവാചകൻ്റെയും ജോലി. എല്ലാ മശായിഖന്മാരും വന്നതും അവരെ സ്നേഹിച്ചതുമൊക്കെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. അവരെ സ്നേഹിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കലിലൂടെ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു വഴിയായി മാത്രം ഇത്തരം സൂഫികളെയും പ്രവാചകന്മാരെയും ഒക്കെ നമ്മൾ വഴിയായിട്ടാണ് കണ്ടത്. അള്ളാഹുവിലേക്കുള്ള വഴിയാണ് അവർ. അപ്പോൾ അവരിലൂടെ നമുക്ക് ഓരോ പടികളായി ഒരു വലിയ മുകളിലേക്ക് എത്താൻ ഓരോ പടികൾ കയറുന്നത് പോലെ ഓരോ ഔലിയാക്കന്മാരും ഉണ്ട്. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വ്യാജന്മാരുമുണ്ട്,
വ്യാജന്മാരെ നമുക്ക് വേഗം മനസ്സിലാകും. അതിന് വലിയ പാടൊന്നുമില്ല. തീരെ അറിവില്ലാത്തവർക്കേ മനസ്സിലാകാതെ പോകുള്ളൂ, അല്ലാത്തവർക്കൊക്കെ വേഗം മനസ്സിലാകും. അള്ളാഹു താല ഇത്തരം കെട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നമ്മുടെ കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ അള്ളാഹു താല മാറ്റിത്തരട്ടെ. നമ്മുടെ ബാധ്യതകളൊക്കെ മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള പരസ്പര വിദ്വേഷങ്ങൾ നീങ്ങട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും എല്ലാം ഒരു ദിവസം പോലും മറ്റൊരു ദിവസത്തേക്ക് കടത്തിക്കൊണ്ടാകാതെ അന്നുണ്ടാകുന്ന വഴക്ക് അന്ന് തന്നെ പറഞ്ഞ് തീർക്കണം. കാരണം നാളെ രാവിലെ മരണപ്പെട്ടു പോയാൽ അത് ആരുടെ കുറ്റം കൊണ്ടാണോ സംഭവിച്ചത് അതിന് പിന്നെ തിരുത്തൽ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തോടെ, കാരുണ്യത്തോടുകൂടി നമ്മളുടെ ശ്വാസം അള്ളാഹുവിൻ്റെതാണ്. ആ ശ്വാസത്തെ മോശമാക്കാതെ നമ്മൾ നല്ലത് പറയുക. തർക്കമുള്ളിടത്ത് ബർക്കത്തുണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെയാക്കാൻ മാക്സിമം ശ്രമിക്കുക. അവിടെ ബർക്കത്തുണ്ടാവും. അള്ളാഹു തആല കാത്തിരക്ഷിക്കും.